ഇന്ന് ലഞ്ചിന് മട്ടൺ ലിവറാണ് സ്പെഷ്യല്. എൻ്റെ ചെറിയ മോന് അവന് ഇത് വലിയ ഇഷ്ടമാണ്, മട്ടൺ ലിവർ. ചിക്കൻ്റെ ലിവറൊന്നും അവൻ കഴിക്കില്ല. ഇതാകുമ്പോൾ ഞാൻ നന്നായി കുരുമുളകും ഇതൊക്കെ ഇട്ടിട്ട് വരട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവന് തൈരും ഈ മട്ടൺ ലിവറും ചോറും കൂടെ കഴിക്കും. അപ്പോൾ എന്തായാലും പോവുമല്ലേ, പോകുന്നതിന് മുമ്പ് ഒരു തവണ കൂടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ അവർ രാവിലെ ഞാൻ വിളിച്ച് പറഞ്ഞാൽ അവർ വീട്ടിൽ കൊണ്ടുവന്ന് തരും. അപ്പോൾ ഇതൊരു 3/4 കിലോൻ്റെ അടുത്ത്, 1/2 കിലോൻ്റെ മേലെ, അതൊരു 650 ഗ്രാം ഉണ്ടത്. അത്രയും ലിവറാണ് ഇതിലുള്ളത്. ഇനി ഇത് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കുരുമുളക് കുറച്ച് അധികം ഇടാറുണ്ട് ഞാൻ എരിവിന്. പിന്നെ കുറച്ച് നല്ല ജീരകം. പിന്നെ മല്ലിപ്പൊടി തീർന്നതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിയാണ് കേട്ടോ ഇടുന്നത്. ഇത് പൊടിച്ചെടുക്കട്ടെ ആദ്യം, എന്നിട്ട് ബാക്കി ഉള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ലിവർ നമ്മൾ കുക്കറിനകത്തേക്ക് ഇടാം. നമ്മൾ പൊടിച്ചെടുത്ത കുരുമുളക്, ജീരകം, പിന്നെ മല്ലി, മൂന്നും ഇതിനകത്തേക്ക് ഇടാം. പിന്നെ ഞാൻ ഇഞ്ചി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഇഞ്ചിക്ക് പകരം ഞാൻ കുറച്ച് ഇഞ്ചിപ്പൊടിയാണ് ഇട്ടത്. അത് കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ, വളരെ കുറച്ച്. പിന്നെ പട്ട, ഗ്രാമ്പു, ഞാൻ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം കൂടി ഞാൻ പൊടിച്ച് വെക്കുക ചെയ്യാറ് എപ്പോഴും. അത് മൂന്നും, അപ്പോൾ അത് കുറച്ച് ഇടാം. അതൊരു ഫ്ലേവറിനായിട്ട് കുറച്ചധികം, ഒരു 3 ചെറിയ സ്മോൾ സ്പൂണുകളാണ് ഇതൊക്കെ കേട്ടോ, അതിട്ടു. ഇനി കുറച്ച് മുളക് പൊടി. അതിന് മുമ്പ് ഇത് വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളകുണ്ട് എൻ്റെ അടിയിൽ കേട്ടോ, 2 പച്ചമുളകുണ്ട്. ഇത് ചതച്ച് ഇതിനകത്തിടും. എന്നിട്ട് ഞാൻ ചതച്ച് കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാം. ഇത് 3 കൂടി ചതച്ചെടുക്കാം. അപ്പോൾ ഇത് ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, 2 പച്ചമുളക്, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം ഓൾറെഡി ഇതിൽ എരിവുണ്ടല്ലോ, കുരുമുളകും പച്ചമുളകുമായിട്ട്, പിന്നെ ഇഞ്ചിയും ഇതൊക്കെ എരിവുള്ളതാണല്ലോ. അപ്പോൾ അത് ലേശം ഇടുള്ളൂ, കുട്ടികൾക്ക് കഴിക്കാനുള്ളത് കൊണ്ട്. അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ലേശം കുറച്ച് ഉപ്പ് ഇടാൻ പാടുള്ളൂ. കാരണം എൻ്റെ അമ്മ പണ്ട് പറയാറുണ്ട് എന്നോട്, ലിവറിന് അധികം ഉപ്പിട്ട് വേവിക്കരുത്, വെന്ത് പിന്നെ ഉപ്പിടാൻ പാടുള്ളൂ എന്നുള്ളത്. വെന്ത് കഴിഞ്ഞ ശേഷം ഉപ്പിട്ടാൽ മതിയെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാനും അതുപോലെ തന്നെ വളരെ ഒരു ചെറിയ ഒരു സ്പൂൺ ഞാൻ ഇടും, വളരെ കുറച്ച്. എന്നിട്ട് വേവിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ അത് മസാലകളൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാനിതിന് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇതിൻ്റെ ഒപ്പം ഒഴിക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വളരെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ അടുപ്പിൽ വെച്ച് വിസിലിട്ടിട്ട് 3-4 വിസിലിട്ടിട്ട്, 3-4 അതിൽ കൂടുതലില്ല, അതിട്ടിട്ട് എടുക്കാം. എന്നിട്ട് നന്നായി നമ്മൾ നോൺ സ്റ്റിക്ക് പാനിനകത്ത്, ഞാനിത്തിരി ഹൈറ്റുള്ള പാനിനകത്ത് ഇട്ടിട്ടാണ് വരട്ടുക. കാരണം കുറച്ച് അധികം വെളിച്ചെണ്ണ കുറച്ച് അധികം ഒഴിക്കണം, എന്നാലും അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായി വരട്ടി എടുക്കണം. അപ്പോൾ ഞാനിതിന് വേവിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ അത് അടുപ്പിനകത്ത് വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത് നല്ല സ്മെല്ലാണ്, കാരണം കുരുമുളക്, ജീരകം, പിന്നെ നമ്മുടെ മസാല, പട്ട, ഗ്രാമ്പു, ഏലക്ക, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് വെളിച്ചെണ്ണ ഒഴിപ്പതിന് നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ അത് പാചകം ചെയ്തതിന് ശേഷം കാണിച്ചു തരാം നമുക്ക്. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി, ഇതിന് മഞ്ഞൾപ്പൊടി ഞാൻ ഒട്ടും തന്നെ ചേർക്കില്ല കേട്ടോ. ഈ മട്ടൺ ലിവറിന് മഞ്ഞൾപ്പൊടി ചേർത്താറില്ല. ഞാനിപ്പോൾ നമ്മുടെ ലിവർ ഓഫാക്കിയിട്ട് കുറച്ച് നേരമായി. അപ്പോൾ ഇനി നമുക്ക് അത് വേറെ പാനിലേക്ക് ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ലിവർ വെന്തോന്ന് നോക്കാം കേട്ടോ. ഇതാണ് ലിവർ വെന്തിട്ടുണ്ടോന്ന് നോക്കാൻ. വെന്തിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്ക് ഈ പാനിനകത്ത് വെളിച്ചെണ്ണ കുറച്ചധികം ഒഴിക്കുള്ളൂ ഞാൻ. ഇനി ഞാൻ ഇത് കുറച്ചധികം നേരം നമ്മൾ ഇത് വരട്ടി എടുക്കണം. നന്നായി വരട്ടി എണ്ണ തെളിയുന്ന വരെ ഞാൻ വരട്ടാറുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ലിവർ ഇങ്ങനെ വറ്റി തുടങ്ങുന്നുണ്ട്. പക്ഷെ എന്താ പറയുക, നിറച്ച് എണ്ണ ഒഴിച്ചുകൊണ്ട് ഇത് തെറിക്കും, നന്നായി തെറിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ആഴമുള്ളൊരു പാത്രത്തിലേക്ക് തവയിലിട്ടത്. അല്ലെങ്കിൽ ഞാൻ സാധാരണ തവയിലാണ് ഇടാറുണ്ട്. ഈ പാത്രത്തിനകത്ത് തന്നെ ഇട്ടു, കാരണം നന്നായി തെറിക്കും. അതുകൊണ്ട് ഞാൻ കുറേ നേരം മൂടി വയ്ക്കുന്നത്. അപ്പോൾ പുറത്തേക്കൊന്നും തെറിക്കില്ലല്ലോ, വൃത്തികേടാവില്ലല്ലോ എല്ലാവരും. അപ്പോൾ നന്നായി വറ്റട്ടെ. എന്നാലും ലിവർ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ചൊരു സമയം കുറച്ച് പിസ്ത ബാക്കി കൊണ്ടുവന്നതിൽ ബാക്കി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ചൊരു തണുത്ത പോലെയുണ്ട്. ഇനിയിപ്പോൾ എന്നാലും തിരിച്ചു കൊണ്ടുപോകണ്ടല്ലോ. അപ്പോൾ അതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ ഞാൻ എയർ ഫ്രയറിൽ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് നേരം നമുക്ക് എയർ ഫ്രയറിൽ ഇട്ട് കഴിഞ്ഞാൽ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഊണ് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് കുറിക്കുകയും ചെയ്യില്ല. അവർക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ, നട്ട്സൊന്നും നിർബന്ധിച്ച് കൊടുക്കുകയാണ് ഞാൻ. കാഷ്യൂനട്ടൊക്കെ കഴിഞ്ഞു, മാത്രമേ ബാക്കിയുള്ളൂ. അത് കുറച്ച് നേരം അതവിടെ കിടന്ന് റോസ്റ്റ് ആവട്ടെ. ഇടയ്ക്ക് നോക്കാം, ഇടയ്ക്ക് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. അത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക്. ഇനി ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് നോക്കാം ആയിട്ടുണ്ടോ എന്നുള്ളത് കേട്ടോ. നന്നായി റോസ്റ്റ് ആയിരിക്കണം. അപ്പോൾ ഞാനത് ഓഫാക്കുകയാണ്. നല്ല ചൂടുണ്ട്, കുറച്ച് ചൂടാറിയിട്ട് അതെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലിവർ എന്തായാലും നോക്കാം. ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇത് ഓഫാക്കാണ്. നമ്മുടെ അരിക്കൊണ്ടാട്ടം ഞാൻ ഒരു 5-6 എടുത്ത് വന്നിട്ടുണ്ട്. 2-3 മുളകും. എന്തായാലും ഒന്ന് വറുത്ത് നോക്കാം. കൊണ്ടാട്ടം ഉണങ്ങിയിട്ടുണ്ട്, പക്ഷെ ഉള്ളിൽ ഉണങ്ങിയിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും നോക്കാം. പിന്നെ ഭക്ഷണമൊക്കെ റെഡിയായി. മോന് വിളമ്പി കൊടുത്തിട്ട് വലിയ മോനിപ്പോൾ ഭക്ഷണം വേണ്ടാന്നാണ് പറയുന്നത്. കുറച്ച് കേട്ട് മതി, വിശക്കണില്ല എന്ന് പറയുന്നുണ്ട് വലിയ ആൾ. ചോറ് മതിയോ? കുറച്ച് മതിയോ? വളരെ കുറച്ച് അവൻ കഴിക്കുള്ളൂ. തൈര് ഒഴിക്കട്ടെ കുറച്ച്? മതിയോ? ഇനി ലിവർ വയ്ക്കട്ടെ? എന്താന്ന് കുറച്ച് വിശക്കുന്നില്ല, അത്ര കഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി ഒരു പപ്പടം അല്ലേ? പപ്പടം. ഇത് മുളക് വേണം. ഞാൻ മുളക് കൊണ്ടാട്ടമൊക്കെ വറുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അമ്മ ഉണ്ടാക്കില്ല, അരിക്കൊണ്ടാട്ടം. കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടാവും. നന്നായിട്ടുണ്ടോ? എനിക്ക് പിന്നെ ഇതാ 2 പയർ കൊണ്ടാട്ടം ഒക്കെ വറുത്തിട്ടുണ്ട്. മുളക് അവൻ തിന്നില്ല, ഞാൻ എന്നെ വെച്ച് കൊടുക്കാൻ നോക്കാം. ഇതാണ് ഇന്നത്തെ ഭക്ഷണം. ശരി, ഇത് കഴിക്കണം. ഇരുന്നത് കേട്ടോ, കഴിച്ചു. പിന്നെ അച്ചാർ പിന്നെ അവൻ എടുക്കില്ല. എന്താ ഇന്നലത്തെ മോരുകറി ഉണ്ട് എനിക്ക് കുറച്ച്. പിന്നെ നമ്മുടെ പിസ്ത ഞാൻ എയർ ഫ്രയറിൽ ഇട്ടെടുത്തപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇന്നത്തെ ഭക്ഷണം. ചോറ് ഒന്നും കഴിക്കുമല്ലോ. ലിവർ എടുത്ത് അതിൻ്റെ കൂടെ കഴിക്കും. നന്നായിട്ടുണ്ടോ? ടേസ്റ്റ് ഉണ്ട്? ഓക്കെ, എന്നാലും ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ.